സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചാ വിഷയമായ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ മനസ്സിൽ എന്ത്? ഡീൽ ആരോപണങ്ങളാലും അപര വിമത സാന്നിധ്യവും പത്രിക പിൻവലിക്കലുമായി ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായ മണ്ഡലത്തിൽ തീപാറുന്ന പോരാട്ടമാണ് ഇക്കുറി നടക്കുന്നത്. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ് മാരിനേറ്റ് കോട്ട് ആൻഡ് ഫ്രൈ ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. ട്രൈ ഇറ്റ് നൗ. പത്രിക പിൻവലിക്കലും അപരസാന്നിധ്യവും ആരോപണ പ്രത്യാരോപണങ്ങളാലും മഞ്ചേശ്വരം മണ്ഡലത്തിലെ പോരാട്ടം ഇതിനോടകം ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. 3 മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ BSPയും 7 സ്വതന്ത്രന്മാരുമാണ് മത്സര രംഗത്തുള്ളത്. SDPI സ്ഥാനാർത്ഥിയായി ജില്ലാ കൌൺസിൽ അംഗം KM അഷ്റഫ് പത്രിക നൽകിയത് വലിയ ചർച്ചയായിരുന്നു. ഇനീഷ്യലിൽ ഒരക്ഷരം മാത്രം കുറവുള്ള അദ്ദേഹം UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിന് എതിരാളിക്കൊപ്പം അപരനുമായി മാറിയതോടെ UDF ക്യാമ്പ് ആശങ്കയിലായിരുന്നു. ഇത് BJP സ്ഥാനാർത്ഥിക്ക് നേട്ടമാകുമെന്ന പ്രചരണമുയർന്നതോടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് പത്രിക പിൻവലിപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് KM അഷ്റഫ് പാർട്ടിയിലെ സ്ഥാനങ്ങളും രാജിവെച്ചിരുന്നു. നിലവിൽ അഷ്റഫിന് അപരന്മാരായി 2 പേർ രംഗത്തുണ്ട്. K സുരേന്ദ്രന്റെ അപരൻ വന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. കാലങ്ങളായി ഒപ്പമുള്ള മണ്ഡലം നിലനിർത്താനുള്ള കഠിനാധ്വാനത്തിലാണ് സിറ്റിംഗ് MLAയും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുമായ AKM അഷ്റഫ്. 2016-ൽ 89 വോട്ടകലം വരെ എത്തിയ മണ്ഡലത്തിൽ 4ാം വട്ടമെങ്കിലും വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. 2006-ൽ അട്ടിമറി വിജയം നേടാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി CPIMലെ KR ജയാനന്ദ. മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണെങ്കിലും പ്രധാന പോര് UDFും NDAയും തമ്മിലാണ്. LDF 3ാം സ്ഥാനത്താണ്. 2006-ൽ LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു വിജയിച്ചതൊഴിച്ചാൽ മണ്ഡലം UDF പക്ഷത്താണ്. 2021-ൽ ആദ്യ അംഗത്തിനിറങ്ങിയ AKM അഷ്റഫിന് 745 വോട്ടിന്റെ ഭൂരിപക്ഷം കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFനാണ് മേൽക്കൈ. 2ാം സ്ഥാനത്തുള്ള NDAയ്ക്ക് വോട്ട് കുറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. മണ്ഡലത്തിലെ 8 തദ്ദേശ സ്ഥാപനങ്ങളും UDF ആണ് ഭരിക്കുന്നത്. ഇത്തവണ 7499 വോട്ടർമാരാണ് അധികമായുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം. ഇത്തവണ NDA അക്കൗണ്ട് തുറക്കുമോ അതോ UDF നിലനിർത്തുമോ? LDF 2006 ആവർത്തിക്കുമോ? കാത്തിരുന്നു കാണാം. ക്യാമറമാൻ ചേതനോടൊപ്പം ആശാകൃഷ്ണ, KCN ന്യൂസ്, മഞ്ചേശ്വരം.